ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ 2026 SSCയുടെ കലണ്ടേഴ്സ് എല്ലാം പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ടുന്ന കാലം വളരെയധികം അതിക്രമിച്ചു. അപ്പം നമുക്ക് എൻട്രിയിലൂടെ അടുത്ത് വരാൻ പോകുന്ന SSC എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്യാം. അപ്പോൾ SSC എക്സാമിനേഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളെ അലോസരപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന പല കൂട്ടുകാരെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സെഷനാണ് കറണ്ട് അഫേഴ്സ് സെക്ഷൻ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ ഈ കറണ്ട് അഫേഴ്സ് സെക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന കൂട്ടുകാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അല്ലേ, എന്തൊക്കെ മെത്തഡോളജീസ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാമിനേഷനോട് അടുപ്പിച്ച് ഏതെങ്കിലും ഒരു പോപ്പുലർ പബ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്ന ഏതെങ്കിലും കറണ്ട് അഫേഴ്സിൻ്റെ ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ഒരു ടെക്സ്റ്റ് പരീക്ഷയ്ക്ക് 10-15 ദിവസങ്ങൾക്ക് മുമ്പ് പർച്ചേസ് ചെയ്തിട്ട് അതിരുന്ന് വായിച്ചു നോക്കി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് അത് ഒരിക്കലും സയൻറ്റിഫിക് ആയിട്ടുള്ളതോ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡല്ല. നമ്മളുടെ നിലവിലുള്ള കോൺഫിഡൻസ് ഇല്ലാതെയാക്കുവാനും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനും നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ അത് പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോകാനേ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി അത് കൂടുതൽ പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ അത് സഹായിക്കത്തുള്ളൂ. അപ്പോൾ ആ മെത്തഡോളജി നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് എങ്ങനെ എന്ത് ചെയ്യാം, നമ്മുടെ കറണ്ട് അഫേഴ്സ് കൃത്യമായി പഠിക്കാം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇന്നോട്ട് പോകുന്നത്. അപ്പം SSC കറണ്ട് അഫേഴ്സ് സ്ട്രാറ്റജി 2026 ഒരു സ്മാർട്ട് പ്രിപ്പറേഷനിലൂടെയും സ്ട്രാറ്റജിക് റിവിഷനിലൂടെയും എങ്ങനെ എക്സാം സക്സസ് നേടാം എന്നുള്ളതാണ് ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് വിശ്വനാഥ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാവുന്നത് കറണ്ട് അഫേഴ്സ്, ഹൗ കറണ്ട് അഫേഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ SSC. SSCയുടെ വിവിധ എക്സാമിനേഷൻ, അതായത് നമ്മളുടെ മൾട്ടി ടാസ്കിങ് മുതൽ നേരെ അങ്ങ് മുകളിലേക്ക് വന്നാൽ SSCയുടെ എന്താ പറയുക കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ വരെയുള്ള എക്സാമിനേഷൻസോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിലേക്കോ പോകുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ് കറണ്ട് അഫേഴ്സ് എന്നുള്ള കാര്യത്തിൽ കൂട്ടുകാർക്ക് യാതൊരു വിധമായിട്ടുള്ള സംശയം ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കറണ്ട് അഫേഴ്സിൽ നമ്മൾ പഠിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്? ഓരോ പരീക്ഷയ്ക്കും വിവിധ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഇത്ര മാർക്കിന് ചോദിക്കും എന്ന് നമുക്ക് ഡെഫിനറ്റ് പറയാനായിട്ട് കഴിയത്തില്ല. എന്നിരുന്നാലും നമ്മുടെ റാങ്കും തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അഫേഴ്സിൽ ഒരു വർഷം മുതൽ വരെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ 2026 ഏപ്രിലാണ് ഒരു എക്സാമിനേഷൻ എഴുതുന്നത് എങ്കിൽ 2025 ഏപ്രിൽ മുതലുള്ള കാര്യങ്ങൾ അവർക്ക് ചോദിക്കാം. എന്നിരുന്നാലും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ലാസ്റ്റ് 6 മന്തിലെ വിശേഷങ്ങളായിരിക്കും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. എന്തായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ലാസ്റ്റ് 6 മന്ത്സിലെ കണ്ടന്റ് ആയിരിക്കും ഈ എക്സാമിനേഷനിൽ വളരെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, അവർ പ്രധാനമായിട്ടും എടുക്കുന്നത് ലാസ്റ്റ് 6 മന്തിലെ കണ്ടന്റ് ആയിരിക്കും പ്രധാനമായിട്ടും എടുക്കുന്നത്. സോ ഈ ലാസ്റ്റ് 6 മന്തിലെ കണ്ടന്റ് വളരെ കാര്യമായിട്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തുകൊണ്ട് പോവുക, പഠിച്ചുകൊണ്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് 6 മന്ത്സിലെ കാര്യങ്ങൾ, അപ്പോൾ 12 മന്ത് വരെ മുന്നോട്ട് പോകാം, പക്ഷേ ലാസ്റ്റ് 6 മന്ത്സിലെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നീട് ഇപ്പോഴത്തെ ഒരു എക്സാമിനേഷൻ്റെ ട്രെൻഡ് വെക്കുകയാണെങ്കിൽ സ്കീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫാക്ച്വൽ ആൻഡ് സ്കീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മളുടെ എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിക്കാറുണ്ട്? ഫാക്ച്വൽ ആൻഡ് സ്കീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിനേഷന് കണ്ടുവരാറുണ്ട്. സോ ഈ ഫാക്ച്വൽ ആൻഡ് സ്കീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഈ 6 മാസം എന്നുള്ളത് പതുക്കെ എങ്ങോട്ട് മാറുന്നത്, 12 മാസത്തിലേക്കൊക്കെ പോകുന്നത്. കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കി കഴിഞ്ഞാൽ യൂണിയൻ ബഡ്ജറ്റ് വരും. ബഡ്ജറ്റ് വർഷത്തിൽ ഒരു തവണ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫെബ്രുവരി മന്തിലായിരിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ മന്ത് മുതൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങും. മീൻസ് ബഡ്ജറ്റിൽ പറയുന്ന നിർദ്ദേശങ്ങൾ ഏപ്രിൽ മന്ത് മുതൽ നടപ്പാക്കി തുടങ്ങും, അല്ലേ? അങ്ങനെ ഏപ്രിൽ മന്ത് മുതൽ അത് നടപ്പാക്കി തുടങ്ങുമ്പോൾ അടുത്ത 2026 അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ 2026 ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ 2026 മെയ്യിലോ ജൂണിലോ 2026 മെയ് ജൂണൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയി ഒരു ഡിസംബർ ജാനുവരി ഒക്കെ എത്തുന്നത് വരെ ആ ഒരു കണ്ടന്റ് ചോദിക്കും. അപ്പം എന്തിനാണെന്ന് പുറത്തോട്ട് പോകും. ഈ 12 മന്തിൽ നിന്ന് അത് എക്സീഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സ്കീംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളും അതേ രീതിയിൽ തന്നെ കാണുക. മനസ്സിലായല്ലോ? നാഷണൽ ഇന്റർനാഷണൽ കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ ബേസിക്കലി കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നാഷണൽ ന്യൂസസും ഇന്റർനാഷണൽ ന്യൂസസ് എന്നുള്ള കാര്യങ്ങൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് മേടിക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ റിപ്പോർട്ടുകളുണ്ട്,
ഇൻഡെക്സസ് ഉണ്ട്, റാങ്കിങ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മളുടെ ഇന്ത്യയുടെ പെർഫോമൻസ് ഇന്റർനാഷണൽ റിപ്പോർട്ട് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പെർഫോമൻസ് വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടു. ഇപ്പം ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, വേൾഡ് മലേറിയ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ ക്രിട്ടിക്കൽ ഏരിയാസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഇൻഡെക്സ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, ഫോം മാഗസീൻ്റെ വേൾഡ്സ് റിച്ചസ്റ്റ് പീപ്പിളിൻ്റെ പട്ടികയിൽ എത്രാം സ്ഥാനത്താണ് ഡെഫിനറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പ്ലേസ് ചെയ്യപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ ഹൗ മെനി ഇന്ത്യൻസ് ആ പട്ടികയിലുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ. ഇത് എന്താണ് നമുക്കൊരു സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു വെക്കാൻ കഴിയുന്ന, ഓർത്തു വെക്കാൻ കഴിയുന്ന ചോദ്യങ്ങളാണ്. കാര്യം കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു എന്താണ് റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ പെർഫോമൻസ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് പഠിക്കാനും നമ്മുടെ മനസ്സിൽ അത് നിൽക്കുകയും ചെയ്യും. അത് നിങ്ങൾ ഫോളോ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കാണാൻ കഴിയും. അപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടുന്നത് 6 മാസം മുതൽ 12 മാസം വരെ, 6 മാസവും നമ്മൾ പൊതുവേ പറയുമെങ്കിലും 6 മാസത്തിന് എക്സീഡ് ചെയ്യാനുള്ള സാധ്യത സ്കീമുകൾ വരുമ്പോൾ, അതുപോലെ പ്രൊജക്റ്റുകൾ വരുമ്പോൾ, വലിയ വലിയ സബ്മിറ്റുകൾ വരുമ്പോഴൊക്കെ അത് എന്താണ് 1 വർഷം വരെയുള്ള കണ്ടന്റുകളിലേക്ക് പോകാം. ഗവൺമെൻറ് സ്കീംസും ഫാക്ച്വൽ പോയിന്റ്സും വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. നാഷണൽ ഇന്റർനാഷണൽ അപ്ഡേറ്റ്സ് ക്ലാസിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ കഴിയുന്ന ഉറപ്പായിട്ട് 1-2 ചോദ്യങ്ങൾ റിപ്പോർട്ടുകളിൽ നിന്നും ഇൻഡെക്സുകളിൽ നിന്നും റാങ്കിങ്ങിൽ നിന്നും ഉണ്ടാകാറുണ്ട്. ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തുകൊണ്ട് പോകണം, നോക്കിക്കൊണ്ട് പോകണം. ഓക്കെ, അടുത്ത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ 2026 ഹൈ ഫോക്കസ്ഡ് ഏരിയ, അതായത് 2025 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് പൊതുവേ ഒന്ന് അനലൈസ് ചെയ്തിട്ട് 2026 പോകുമ്പോൾ കറണ്ട് അഫേഴ്സിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ലോക രാജ്യങ്ങളിൽ ഫോറിൻ നേഷൻസിൽ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടുള്ള പ്രസിഡന്റിൻ്റെയും പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെയും പേര് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ ഒരു ന്യൂ വേൾഡ് ഓർഡർ പ്രകാരം ഈ പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റർമാരും ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇറാനിൽ പുതിയ സ്ഥാനപതി ചാർജ് എടുക്കുകയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് ഉടനെ തന്നെ ചാർജ് എടുക്കും. അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ പണ്ടൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ ആര്, ഷെയ്ഖ് ഹസീന, കാലാകാലങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നതാണ്. പക്ഷേ പുതിയ പ്രൈം മിനിസ്റ്റർ അവിടെ വരികയാണ് അല്ലേ. അതുപോലെ നേപ്പാളിലും ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് അവിടുത്തെ നിലവിലുള്ള KP ശർമ്മ ഒലിക്ക് രാജിവെക്കേണ്ടി വന്നു. അവിടെ ഇലക്ഷൻ നടന്നു അല്ലേ, പുതിയ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററും ഒക്കെ എന്താണ് അധികാരത്തിൽ വരുന്നു. അപ്പം ന്യൂലി അപ്പോയിന്റഡ് പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റേഴ്സ് ആൻഡ് ദെയർ പൊളിറ്റിക്കൽ പാർട്ടീസ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഇടയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നെതർലൻഡിൻ്റെ അല്ലെങ്കിൽ ഹോളണ്ട് പ്രൈം മിനിസ്റ്ററുടെ പാർട്ടി ഏതാണെന്ന് ചോദിച്ചിരുന്നു. D66 ഡെമോക്രാറ്റിക് 66 എന്ന് പറഞ്ഞൊരു പാർട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി. സോ അതേപോലെയുള്ള പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്റേഴ്സിനെയും പേര് പഠിക്കുന്നതോടൊപ്പം തന്നെ അവർ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് റെപ്രസെന്റ് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കണം. അതേപോലെ തന്നെ യൂണിയൻ ബഡ്ജറ്റ് 2026 ഹൈലൈറ്റ്സ് അത് എപ്പോഴും ഉള്ളതാണ്. ഈ യൂണിയൻ ബഡ്ജറ്റിൽ 2026 ഹൈലൈറ്റ്സിലെ ന്യൂ പ്രൊജക്റ്റുകളും ന്യൂ സ്കീമുകളെ സംബന്ധിച്ച് എന്ത് ചെയ്തിരിക്കണം, പഠിച്ചുകൊണ്ട് പോയിരിക്കണം. പുതുതായിട്ട് കേൾക്കുകയാണ് നമ്മൾ ബഡ്ജറ്റിൽ. കഴിഞ്ഞ ബഡ്ജറ്റിലൊന്നും പേരുകളില്ല. പുതിയ ബഡ്ജറ്റിൽ ആ പേരുണ്ട്. ഇൻഫാക്ട് ഇപ്പോൾ ഉള്ള ബഡ്ജറ്റുകൾ ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 9ാമത്തെ ബഡ്ജറ്റാണ് 2026 ഫെബ്രുവരി 1 പ്രസന്റ് ചെയ്യപ്പെട്ടത്. നമ്മൾ ഈ ശ്രീമതി നിർമ്മല സീതാരാമൻ്റെ 9 ബഡ്ജറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേരുകൾ ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തുന്നതിൽ വളരെയധികം എക്സ്പെർട്ടാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ. ഇപ്പോൾ ആത്മനിർഭർ ഭാരത് അല്ലേ, കഴിഞ്ഞൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു പേരാണ്, ഇൻഫ്ലുവൻസ് ചെലുത്തിയ ഒരു പേരാണ് ആത്മനിർഭർ ഭാരത് അല്ലേ. അതേപോലെ തന്നെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വേറെ ഒരു പ്രധാനപ്പെട്ടത് ആസാദി കി അമൃത് മഹോത്സവ്, അമൃത് കാൽ അല്ലേ. അതേപോലെയുള്ള പേരുകൾ അങ്ങനെയുള്ള സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള പേരുകൾ, പില്ലേഴ്സ്, അതേപോലെ തന്നെ സൂത്രാസ്, മന്ത്രാസ് അല്ലേ. അതേപോലെ തന്നെ അങ്ങനെ കുറേ പേരുകളൊക്കെ അവർ ഉൾപ്പെടുത്തും. അപ്പോൾ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളിൽ പ്രത്യേകമായിട്ട് നോക്കിക്കൊണ്ട് പോകണം. പിന്നെ മേജർ ഇന്റർനാഷണൽ സബ്മിറ്റ്സിന്റെ വെന്യൂസ് നോക്കിക്കൊണ്ട് പോകണം. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള, അതായത് ഇന്ത്യ ഒരു ആക്റ്റീവ് മെമ്പർ ആയിട്ടുള്ളതോ ഇന്ത്യയിൽ വെച്ച് നടക്കുന്നതായിട്ടുള്ള സബ്മിറ്റുകൾ നോക്കിക്കൊണ്ട് പോകണം. മനസ്സിലായാലോ. ഇപ്പോൾ G20 സബ്മിറ്റ് ഇന്ത്യ അതിനകത്ത് ആക്റ്റീവ് മെമ്പറാണ്. ബ്രിക്സ് നേതൃപദവിയിലുള്ള രാജ്യമാണ് ഇന്ത്യ. അതുപോലെ ഷാൻഹായ് എക്കണോമിക് കോർപ്പറേഷൻ സബ്മിറ്റുകൾ മനസ്സിലായാലും SCO, അതേപോലുള്ള സബ്മിറ്റ്, വേൾഡ് എക്കണോമിക് സബ്മിറ്റ്, അതേപോലെ തന്നെ വേൾഡ് ക്ലൈമറ്റ് സബ്മിറ്റ് അല്ലയോ, അത് എത്രാമത്തെ സബ്മിറ്റാണ്, വേദി ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോക്കിക്കൊണ്ട് പോകണം. അതേപോലെ തന്നെ ഡിഫൻസ് എക്സസൈസ് ആൻഡ് എഗ്രിമെന്റ്, SSCയുടെ
കാലാകാലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മേഖലയാണ് ഡിഫൻസ് എക്സസൈസിൻ്റെ പേരുകൾ. ഇപ്പോൾ ഇന്ത്യ അമേരിക്ക ഡിഫൻസ് എക്സസൈസിൻ്റെ പേര്, അതിൻ്റെ 2026 വെന്യൂ, ഇന്ത്യ ജപ്പാൻ അല്ലെങ്കിൽ മറ്റ് എക്സസൈസുകൾ, ഇന്ത്യക്കകത്ത് നടക്കുന്ന നേവൽ എക്സസൈസസ്, അതുപോലെ ഇന്ത്യ സൈൻ ചെയ്യുന്ന എഗ്രിമെൻറ്റുകൾ, MOUs, ഇത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പോകണം. നമ്മൾ ഇൻ്റർനാഷണൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടും ഇൻഡെക്സുകളും നോക്കി വേണം. ഇത് പ്രധാനമായിട്ടും നീതി ആയോഗിനെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. എന്തിനെ ഒന്ന് ഫോളോ ചെയ്താൽ മതി? നീതി ആയോഗിൻ്റെ ന്യൂസസിനെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നീതി ആയോഗിനുണ്ട്. അതേപോലെ തന്നെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി റിപ്പോർട്ട് എന്ന രീതിയിൽ വർഷാവർഷം നീതി ആയോഗ് റിപ്പോർട്ട് പുറത്തിറക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഫിനാൻസ് ഹെൽത്ത് റിപ്പോർട്ട്, അതായത് സംസ്ഥാനങ്ങളുടെ അതായത് സാമ്പത്തിക ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തിറക്കാറുണ്ട്. അതിനകത്തൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആധാർ റിപ്പോർട്ട് നമ്മൾ 2026 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടായിരുന്നു ഹൗ ഇന്ത്യൻസ് ആർ ബയോമെട്രിക്കലി ഓതൻറ്റിക്കേറ്റഡ്, അതായത് ഇന്ത്യക്കാർക്ക് എത്ര പേർക്ക് ആധാർ ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഗവൺമെൻറ് റിപ്പോർട്ടുകളും ഇൻഡെക്സുകളും നോക്കണം. വേൾഡ് റിപ്പോർട്ടുകളും ഇൻഡെക്സുകളും നമുക്ക് നോക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു ഈ ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിട്ട് നമുക്ക് നോക്കുവാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ പഠിക്കാം? ഏറ്റവും പ്രധാനപ്പെട്ടാണ് കറണ്ട് അഫേഴ്സ് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്? പത്രം വായിക്കുക എന്നുള്ളതാണ്. അതിൽ കുറഞ്ഞ് മറ്റൊരു കാര്യമില്ല. പത്രം സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക? വായിക്കുക. അപ്പോൾ പത്രം വായിക്കുമ്പോൾ പേരിന് പത്രം വായിക്കരുത്. നമ്മൾ സാധാരണ ഇപ്പോൾ QA ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും GK അല്ലെ ഇന്ത്യൻ ഹിസ്റ്ററിയോ ഇന്ത്യൻ ജോഗ്രഫിയോ എന്തോ ആയിക്കോട്ടെ, ഈ കാര്യങ്ങൾ നമ്മൾ വീട്ടിലിരുന്നും അല്ലെങ്കിൽ നമ്മൾ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മുടെ ഗ്രൂപ്പ് സ്റ്റഡി ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ എന്താണ് അത് പഠിക്കുവാനായിട്ട് ഒരു പെർ ഡേ അല്ലേ, ഓരോ ദിവസം നമ്മൾ സിലബസ് ആക്കി മിനിമം 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെയൊക്കെ നമ്മൾ എടുക്കാറില്ലയോ? പക്ഷേ പത്രം വായനയോ 5 മിനിറ്റ് കൊണ്ട് പത്രം വായിച്ചൊക്കെ തീരും. പടമൊക്കെ കണ്ട് അങ്ങോട്ടൊക്കെ മറിച്ച് ഇങ്ങോട്ടൊക്കെ മറിച്ച് തിരിച്ചു മറിച്ച് അല്ലേ, അതൊന്ന് വെക്കും. പത്രം വായിച്ചു, വായിച്ചില്ല, ആ അവസ്ഥയിലേക്കും. കാര്യം എന്താണ്? ആ പത്രം അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ പത്രത്തിൽ നിങ്ങൾ വായിച്ച വാർത്തയുടെ ഹെഡ്ലൈനോ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഒന്ന് റീതിങ്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല അല്ലേ. ഈ വാർത്ത വായിച്ച ഡേറ്റ് പോലും ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നില്ല. അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒരു ഏറ്റവും കുറഞ്ഞതാണ് മിനിമൽ ടൈമാണ് 30 to 45 മിനിറ്റ്സ് നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പത്രം വായിക്കണം. എന്നിട്ട് പത്രത്തിൽ കാണുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയാസ് ഉണ്ടല്ലോ, അതിന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഗവൺമെൻറ് സ്കീംസ് ആൻഡ് മിനിസ്റ്ററീസിനെ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ ഇക്കണോമിക് ആൻഡ് ബാങ്കിങ് അപ്ഡേറ്റുകൾ നോക്കണം. ഈ ഇക്കണോമിക് ആൻഡ് ബാങ്കിങ് അപ്ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമായതുകൊണ്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ റെഗുലേറ്റേഴ്സ് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെബി, IRDA, ട്രായ് ഒക്കെ ഓരോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ പുറത്തിറക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ് സുദർശൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ. അതായത് നമ്മളുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ വഴി നമ്മുടെ ഈ തേർഡ് പാർട്ടി ആപ്പുകൾ നടത്തുന്ന പറ്റിപ്പ്, അതിലെ സ്കാംസ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ, അവരൊക്കെ ഇതുപോലെയുള്ള ഈ ബെറ്റിംഗ് ആപ്പുകളെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. ഇതിനെയൊക്കെ തടയുവാനായിട്ട് സെബി പുറത്തിറക്കിയ ലോകത്തിലെ തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള AI ടൂളാണ് സുദർശൻ എന്ന് പറയുന്നത്. ഈ സുദർശൻ ഒരു തേർഡ് ഐ ഒക്കെ ആയിട്ടാണ് പറയുന്നത്. നമുക്ക് 2 കണ്ണുകളുണ്ട്. ആ 2 കണ്ണുകളിൽ കൊണ്ട് നമ്മൾ കാണുന്നതിനകത്ത് നമ്മൾ വഞ്ചിക്കപ്പെടുമ്പോൾ ഒരു 3ാം കണ്ണായിട്ടുള്ള സുദർശൻ നമ്മളെ സഹായിക്കും, ഒരു AI ടൂൾ. അപ്പം ഇതേപോലെയുള്ള എക്കണോമിക് ആൻഡ് ബാങ്കിങ് അപ്ഡേറ്റുകൾ നോക്കണം. പിന്നെ ഇപ്പോൾ പഴയതുപോലെയല്ല, കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാനായിട്ട് ബാങ്കുകളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഏതെങ്കിലും ഒരു സ്കീംസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫോർമുലേറ്റ് ചെയ്തിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേര് കൊടുക്കും. അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഈവൻ ഇഫ് ഒരു ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, ലോൺ സ്കീം ആയിക്കോട്ടെ, ഇൻഷുറൻസ് പോളിസി ആയിക്കോട്ടെ, ഇതിനെല്ലാം അവർ എന്ത് ചെയ്യും? ഒരു പേര് കൊടുക്കും. അപ്പോൾ ആ പേരുകൾ എന്ത് ചെയ്തിരിക്കണം? നോക്കണം. ഓക്കെ, പിന്നീട് ഇത് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കോട്ടെ എഴുതിയെടുത്തിട്ട് നമ്മൾ എഴുതിയെടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൃത്യം റിവൈസ് ചെയ്യണം. അതായത് 10-35 മിനിറ്റിലെ പത്രം വായന, അതിലൂടെ നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നോട്ട് ചെയ്ത കാര്യങ്ങൾ. ഒരു പത്രം വായിക്കുമ്പോൾ എല്ലാ കാര്യവും നോട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ കഴിയാത്ത കാര്യങ്ങളോ നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം വരുന്ന കാര്യങ്ങളോ എന്ത് ചെയ്താൽ മതി? നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം അത് അന്ന് തന്നെ എന്ത് ചെയ്തിരിക്കണം? അന്നല്ല, തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ പത്രം വായിച്ചു, അതിൻ്റെ നോട്ട് തയ്യാറാക്കി, അടുത്ത ദിവസം പത്രം വായിക്കുന്നതിന് മുമ്പ് തലേ ദിവസം കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഒന്ന് വായിച്ച് സിമ്പിളായിട്ടൊന്ന് വായിച്ചു ചോദിക്കണം. അതൊരു ഇഫക്റ്റീവ് റിവിഷനും കാര്യമാണ്.
ലഭ്യമായിരിക്കും. പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കണക്റ്റഡ് ന്യൂസിൽ നിന്നുള്ള വിവരങ്ങളും വളരെ പെട്ടെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. കൂട്ടുകാരെ, പത്രം സ്ഥിരമായിട്ട് വായിക്കുന്നു അല്ലേ? ഇതുപോലെ ലെക്ചർ നോട്ടുകൾ നമ്മൾ എഴുതിയെടുക്കുന്നു. അതെന്ത് ചെയ്യുന്നു? ഡെയിലി ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റിവൈസ് ചെയ്യുന്നു അല്ലേ? നമ്മൾ പരീക്ഷയ്ക്ക് പോയിരിക്കുന്നു, ചോദ്യം കാണുന്നു, ചോദ്യം നല്ല രീതിയിൽ വായിക്കുന്നു, ഓപ്ഷൻ 4 ഓപ്ഷൻ അനലൈസ് ചെയ്യുന്നു. നമ്മൾ ഈ രീതി ഫോർമുലേറ്റ് ചെയ്ത് ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബ്രെയിൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളെ ഓർമ്മിപ്പിക്കും. അത്രയും കഴിവുള്ള ഒരു തലച്ചോറാണ് നമുക്കുള്ളത്. നമ്മുടെ തലച്ചോറിനെ ഒരു കാരണവശാലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മുടെ കഴിവിനെ ഒരു കാരണവശാലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അപ്പോൾ പത്രം വായന വളരെയധികം എസെൻഷ്യലാണ്. പത്രം വായിച്ച് നോട്ട്സ് തയ്യാറാക്കണം, അത് റിവൈസ് ചെയ്യണം. ഓക്കെ, മറ്റൊരാൾ നിങ്ങൾക്ക് തരുന്ന നോട്ട്സോ മറ്റൊരാൾ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള കാര്യം നമ്മൾ പത്രം വായിച്ച് ഇത് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, പത്രം വായന ഒരു ബേസ് ആക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. മനസ്സിലായല്ലോ? നമ്മളിങ്ങനെ പത്രം വായിച്ച് ഒരു മാസം പൂർത്തിയായി, ആ മാസം മന്തിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു CA മാഗസീൻ വായിച്ച് നമുക്ക് വായിച്ചു നോക്കാം, ഒരു പ്രശ്നവുമില്ല. അതിനെ മാത്രം ആശ്രയിക്കരുത്. അപ്പം ഈ ടൂളിനെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കുക? നമ്മൾ പത്രം വായിച്ചപ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് എല്ലാ വാർത്തകളിലും എത്തിച്ചേരണമെന്നില്ല അല്ലേ? എല്ലാ വാർത്തകളും എത്തിച്ചേരണമെന്നില്ല. അപ്പം അങ്ങനെ എത്തിച്ചേരാത്ത വാർത്തകൾ നമുക്കൊരു മന്ത്ലി CA മാഗസിനിൽ നിന്ന് കിട്ടും, നമുക്കത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. മന്ത്ലി നമുക്ക് ഒരു 250+ MCQs നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. പത്രം വായിച്ച് നമ്മൾ ഇതുപോലെ നോട്ട് തയ്യാറാക്കി മന്ത്ലി CA മാഗസിൻ ഫോളോ ചെയ്തു. ഒരു മാസം അവസാനിക്കുമ്പോൾ ഒരു ടെസ്റ്റ് എടുക്കുക. ഇപ്പോൾ എൻട്രി ആപ്പിലൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഒരുപാട് ടെസ്റ്റ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ഒരു ദിവസം ഒരു 10-9 ചോദ്യങ്ങൾ മിനിമം ആണ് ഒരു മന്ത്ലി ഒരു 250 MCQs എന്ത് ചെയ്യുക? ചോദിച്ചു നോക്കുക. മനസ്സിലായല്ലോ? ഈ ക്വിക്ക് റിവിഷൻ ഷീറ്റൊക്കെ ഒന്ന് തയ്യാറാക്കിയെന്ന് വെക്കാം. അതൊക്കെ എന്താണ്? നമ്മുടെ ഒരു പഠനത്തെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാനും നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കാനും 1 പേജ് ക്വിക്ക് റിവിഷൻ ഷീറ്റുകളൊക്കെ എന്ത് ചെയ്യാം? തയ്യാറാക്കാം. എക്സാം തീംസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം. അതായത് എക്സാമുകളിൽ വരുന്ന മാറ്റം, ഇന്ന പരീക്ഷകളിൽ നമ്മൾ ബേസ്ഡ് ഓൺ മെമ്മറി, നമുക്ക് അതൊക്കെ ഒരുപാട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിച്ച് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കം പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്തുവാ? പത്രവും വായിക്കത്തില്ല, ഈ പറഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കത്തില്ല. നമ്മൾ പരീക്ഷ അടുപ്പിക്കും പോയി ഒരു മന്ത്ലി മാഗസിൻ മേടിച്ചിട്ട് ഇരുന്നങ്ങ് വായിക്കുകയാണ് ചെയ്യുന്നത്. അതിനേക്കാൾ എത്ര ഇഫക്റ്റീവാണ് ഈ ഒരു മെത്തേഡ് അല്ലേ? എഫക്റ്റീവാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടും കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം പത്രം ഫോളോ ചെയ്യുന്നു, അതേപോലെ തന്നെ മന്ത്ലി മാഗസീൻ മേടിക്കുന്നു. ഇതിലെല്ലാം നമുക്ക് ചിലവുണ്ട്. ചിലവ് കുറച്ചോ സൗജന്യമായിട്ടോ കറണ്ട് അഫേഴ്സ് ഫോളോ ചെയ്യാൻ പറ്റിയ 1-2 കാര്യങ്ങൾ ഞാനെന്ന് പറയട്ടെ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സൈറ്റോ അവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ ഒന്ന് ഫോളോ ചെയ്ത് PIB. നമുക്ക് നാഷണൽ ന്യൂസസും സ്റ്റേറ്റ് അഫേഴ്സും ഇന്ത്യയായിട്ട് കണക്ട് ചെയ്യപ്പെട്ട ഇൻ്റർനാഷണൽ ന്യൂസസും ഇതിലൂടെ കിട്ടും, PIBയിലൂടെ കിട്ടും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റയിലും ഇൻസ്റ്റാഗ്രാമിലും കയറി PIBയുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റയുടെയൊക്കെ ഈ ഫീഡ് അൽഗോരിതമൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആണ്. കാര്യം നമ്മൾ തന്നെ പല കാര്യങ്ങളും 4-5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അതിനെന്ത് ചെയ്യണം? ഇതാണ് നമ്മൾക്ക് ആവശ്യമെങ്കിൽ, നമുക്ക് ഇതിൻ്റെ വിവരങ്ങളാണ് നമ്മുടെ ഫീൽഡിൽ ആദ്യം വരണമെങ്കിൽ 1-2 ദിവസം PIBയുടെ എന്ത് ചെയ്യുക? സൈറ്റിലൊന്ന് കയറി 1-2 പോസ്റ്റുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അവർ നല്ല ഒന്നാമതായിട്ട് ഫ്ലാഷ് കാർഡുകളായിട്ട് എന്ത് ചെയ്യും? ന്യൂസസ് വളരെ ഇഫക്റ്റീവായിട്ട് അവർ തരും. അതൊക്കെ എന്ത് ചെയ്യുക? എടുത്തു വെച്ചൊന്ന് നോക്കാം. അതിനകത്ത് കാര്യങ്ങൾ എഴുതാം. ഗവൺമെൻറ് പോർട്ടൽസ്, ഓരോ ഗവൺമെൻറ് ഇതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെയോ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെയൊക്കെയോ പേജുകൾ ലൈക്ക് ചെയ്താൽ അവരുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കേൾക്കാം. മനസ്സിലല്ലോ? മന്ത്ലി CA PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ മന്ത്ലി CA PDF എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാം.
മന്ത്ലി ആയിട്ട് CA PDF പരീക്ഷയോടനുബന്ധിച്ച് പുറത്തിറക്കുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോടൊപ്പം തന്നെ പല വീഡിയോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു വരുന്നുണ്ട്. എൻട്രിയുടെ എന്താണ് ടെലഗ്രാം ചാനൽസിൽ അത് അവൈലബിൾ ആണ്. എൻട്രിയുടെ കോഴ്സ് എടുത്തിട്ടുള്ള കൂട്ടുകാർക്ക് ഉണ്ട് എങ്കിൽ വീഡിയോ കാണുന്നില്ല അവർക്കറിയാം, വാട്സപ്പ് ചാറ്റിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും കൃത്യമായിട്ട് അത് വിതരണം ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എൻട്രിയുടെ മന്ത്ലി CA PDFകൾ നമുക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് അഫേഴ്സ് ആകുമ്പോൾ ഒരുപാട് പ്രീവിയസ് ഇയറിലേക്ക് പോകണ്ട, ബേസ്ഡ് ഓൺ മെമ്മറി. ഇപ്പോൾ നമ്മൾ 2026 ഏപ്രിലിൽ നിൽക്കുകയാണെന്നിരിക്കട്ടെ അല്ലേ, 2026 ഫെബ്രുവരിയിൽ നടന്നൊരു എക്സാമിനേഷൻ എടുക്കാം അല്ലേ, അവിടെ ചോദിച്ച കറണ്ട് അഫേഴ്സിൻ്റെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നോക്കാം, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താം, അതുമായിട്ട് നമ്മുടെ കണക്റ്റഡ് ഫാക്ട് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു ബഡ്ജറ്റ് ആൻഡ് ഇക്കണോമിക് സർവേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ്, ഫസ്റ്റ് വർക്കിംഗ് ഡേയിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം എക്കണോമിക് സർവേ റിപ്പോർട്ട് വരും. ഇത് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മേജർ ഷെയർ ഓഫ് ക്വസ്റ്റ്യൻ, അതായത് ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആ ഒരു 4-5 മാസം ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും എക്കണോമിക് സർവേയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിരിക്കും ചോദിക്കാൻ കഴിയുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞാൽ ഉപയോഗിക്കാം. ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് എക്കണോമിക് സർവേ ആക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ട. ഫോണിനകത്ത് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പ് ഉണ്ട്, അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട്. ആപ്പിൻ്റെ പേരെന്താ? യൂണിയൻ ബഡ്ജറ്റ്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ പുറത്തിറക്കുന്ന ഒരു മൊബൈൽ ആപ്പാണ് യൂണിയൻ ബഡ്ജറ്റ്. അതിൻ്റെ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റുകൾ കാണുമ്പോൾ 10,720 പേജുണ്ട്. അയ്യോ ഞെട്ടിപ്പോവും, വേണ്ട. ഹൈലൈറ്റ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്തേ. പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് ബഡ്ജറ്റിലെ എക്കണോമിക് സർവേയിലെയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഈ 10,728 പേജുള്ള യഥാർത്ഥ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ പാർലമെൻറ്റ് വെക്കുന്നത്, അതിൻ്റെ ഒരു സമ്മറി വളരെ പെട്ടെന്ന് നോക്കി ഗ്രാഫിക്കൽ സപ്പോർട്ട്, പിക്ചോറിക്കൽ സപ്പോർട്ട് കൊണ്ട് പഠിക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആൻഡ് എക്കണോമിക് സർവേ. അപ്പോൾ അതിന് നമുക്ക് വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യമാണ്. 728 പേജൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ ചിലവുള്ള കാര്യമാണ്. ഒരു പേജിന് തന്നെ എത്ര 2-3 രൂപ വെച്ച് കഴിഞ്ഞാൽ 2,000-2,500 രൂപയായി. ഇത് വലിയ ചിലവൊന്നുമില്ല, നിങ്ങൾ പ്രിൻ്റ് പോലും എടുക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മോക്ക് ആൻഡ് പ്രാക്ടീസ് സ്ട്രാറ്റജി. ഇപ്പം മോക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇനി ഏത് വിഷയം ആയിക്കോട്ടെ, സ്പീഡ് കൂട്ടാനും നിങ്ങളുടെ ഇഫിഷ്യൻസി വർദ്ധിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അത് നിങ്ങളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാം. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഇതെന്താണ്, QA റീസണിങ്ങോ ഇംഗ്ലീഷോ ഒക്കെ ചെയ്താൽ സ്പീഡ് കൂടും. അങ്ങനെയല്ല, നമുക്ക് ഈ പറയുന്ന ജനറൽ അവയർനെസ്സിനും മോക്കിനും എന്ത് ചെയ്യുന്നു, വളരെ പ്രാധാന്യമുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, 2-3 സെക്ഷണൽ ടെസ്റ്റ് പെർ വീക്ക്. അതായത് ഓരോ കറണ്ട് അഫേഴ്സ് നമ്മൾ ഈ പറഞ്ഞ മേഖലയുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യണം, 1-2-3 ടെസ്റ്റുകൾ എന്ത് ചെയ്യണം, ഒരു വീക്ക് ചെയ്യണം. മനസ്സിലായല്ലോ? ഒരു മിസ്റ്റേക്ക് നോട്ട് ബുക്ക് വന്നെടുത്തേ, നമ്മളൊരു എക്സാമിനേഷൻ എഴുതി, അതിനകത്ത് നമുക്ക് തെറ്റിയ ചോദ്യങ്ങൾ, ഓക്കെ, 25 മാർക്കിൻ്റെ ഒരു മോക്ക് എഴുതി, അതിനകത്ത് 18 എണ്ണം ശരിയായി, 7 എണ്ണം തെറ്റിപ്പോയി. ഈ തെറ്റിയ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഒരു മിസ്റ്റേക്ക് നോട്ട് ബുക്ക് നമുക്ക് തയ്യാറാക്കാം, വലിയ ചിലവൊന്നും ആവത്തില്ല. നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ വളരെ വില കുറഞ്ഞ കച്ചി പേപ്പർ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, കച്ചി പേപ്പർ നോട്ട് ബുക്കുകൾ നമ്മൾ കിട്ടും. 25 രൂപയോ 30 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ 100-180 പേജുള്ള ഒരു ബുക്ക് കിട്ടും. അത് വെച്ച് എന്ത് ചെയ്യാം, ഈ കച്ചി പേപ്പർ ബുക്കാണ്. അല്ലാതെ മറ്റു ബുക്കുകളൊക്കെ മേടിച്ചോ, ഡയറി ഒക്കെ നമുക്കിപ്പോൾ കിട്ടുന്ന സമയമാണ്, ഡയറി എവിടെന്നെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിലും അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിസ്റ്റേക്ക് നോട്ട് ബുക്കായി അതിനെ നമുക്ക് തയ്യാറാക്കി വെക്കാം. മനസ്സിലായല്ലോ? റിവൈസ് വീക്ക് ടോപ്പിക് ഇമ്മീഡിയറ്റ്ലി. വീക്ക് ടോപ്പിക്കുകളിൽ പ്രധാനമായിട്ടും നോക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് പരീക്ഷ എഴുതുന്ന കൂടുതലും പെൺകുട്ടികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് സ്പോർട്സ് അല്ലേ ഇച്ചിരി വീക്ക് പോയിൻ്റാണ്. ഞാൻ എടുത്തു പറഞ്ഞാണ്, സ്പോർട്സ് നോക്കുന്ന വളരെ കാര്യമായിട്ട് സ്പോർട്സിൽ നിന്ന് ഫുൾ മാർക്ക് മേടിക്കുന്ന കൂട്ടുകാരികളുമുണ്ട്. പക്ഷേ പരീക്ഷ എഴുതുന്നതിൽ ഒരു ആവറേജ് ഒരു 50% പെൺകുട്ടികൾക്കും സ്പോർട്സ് വലിയ താല്പര്യമില്ല. ആ സ്പോർട്സിലെ ടോപ്പിക്കുകളൊന്നും നോക്കി, ഒരു പത്രം വന്നു കഴിഞ്ഞാൽ 2 പേജൊക്കെ സ്പോർട്സ് കാണത്തുള്ളൂ. ആ സ്പോർട്സിലൊന്ന് നോക്കിയേ, അതിനകത്ത് ചോദിക്കുന്ന മാർക്കുകളൊന്ന് സ്കോർ ചെയ്ത് നോക്കിയേ, റാങ്കിങ്ങിൽ വളരെയധികം മുന്നിൽ പോകുന്നത് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ആക്യുറസി ഫസ്റ്റ് ദെൻ സ്പീഡ്, അതിലേക്ക് പോവുക. അതെന്താണ്, വേഗത്തിൽ ചോദ്യം. നമ്മളിപ്പോൾ GA പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എഴുതുമ്പോൾ കാര്യം എന്താ, പടപടപടാന്ന് പറഞ്ഞ് മാർക്ക് നോക്കിയോട്ടു. നമുക്ക് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കൂട്ടും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കൂട്ടും, അതുപോലെ റീസണിങ്ങിൻ്റെ കൂട്ടും ആക്യുറസി ആദ്യം ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ജനറൽ അവയർനെസ് നിങ്ങൾ വളരെയധികം ആക്യുറേറ്റഡ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി എന്ത് വരും, സ്പീഡും ഉണ്ടായിരിക്കും. ആക്യുറേറ്റഡ് ആയിരിക്കും, വളരെയധികം സ്പീഡും ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം ക്രിക്കറ്റിലെ
ബ്രെഡ്ലി എന്ന് പറയുന്ന ഒരു ബൗളറുണ്ട്, ഉണ്ടായിരുന്നു ഓസ്ട്രേലിയക്ക്. പുള്ളി ഭയങ്കര ആക്യുറേറ്റഡ് ആയിട്ടുള്ള ബൗളറാണ്. ആ ആക്യുറസി ആയിരുന്നു പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നാണ് അദ്ദേഹം സ്പീഡ് ഡെവലപ്പ് ചെയ്തെടുത്തത്. വളരെ വേഗതയിൽ പന്തെറിഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മൾ ഈ വേഗതയിൽ എന്ത് ചെയ്താലും നമ്മുടെ ആക്യുറസി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആക്യുറസി സ്പീഡ് ഒരേപോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടേതായിട്ടുള്ള മേഖലകളിൽ വളരെയധികം എക്സ്പെർട്ടായിട്ടുള്ള. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നൊരു പേരായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആയിട്ടാണ് ബ്രെഡ്ലിയുടെ പേര് ഞാൻ പറഞ്ഞത്. അപ്പം ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകുമ്പോൾ തെറ്റരുത്. ചോദ്യം വളരെ കൃത്യമായിട്ട് വായിക്കണം. ഒരു പോയിന്റോ ഒരു വർഷമോ ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഉത്തരം അങ്ങ് മാറും അല്ലേ. ഒരു ഉത്തരവൊക്കെ എങ്ങനെ എന്ത് ചെയ്യും, മാറും. ഇപ്പോൾ 2028 ICC മെൻസ് T20 വേൾഡ് കപ്പ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ICC മെൻസ് T20 വേൾഡ് കപ്പ് 2028 നല്ലപോലെ വായിച്ചില്ല. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ഇന്ത്യ ശ്രീലങ്ക. ആ ഓപ്ഷൻ ഇട്ടേക്കുന്നത് എന്തിനാ, നിങ്ങളുടെ ആക്യുറസി തെറ്റിച്ച് അതിൻ്റെ ഉത്തരം നിങ്ങളെ തെറ്റിക്കാനാണ്. 2026 വേദിയാണ് ഓസ്ട്രേലിയയും ശ്രീലങ്കയും ഇന്ത്യയും. ചോദ്യം ഏതാണ്, 2028. അതിൻ്റെ ഉത്തരം ഏതാണ്, ഓസ്ട്രേലിയ ഇന്ത്യയാണ്. അതിൻ്റെ ഉത്തരം ഏതാണ്, ഓസ്ട്രേലിയ ന്യൂസിലാൻഡുമാണ് അതിൻ്റെ ഉത്തരം. ആ ഒരു ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ എത്തണം. അപ്പം ആക്യുറേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യനെ എന്ത് ചെയ്യുക, സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, പിന്നെ നമുക്ക് ഇത്തിരി അഡ്വാൻസ് ലെവലിൽ അവാർഡുകളും അപ്പോയിൻമെൻറ്റുകളും എപ്പോഴും തിരിഞ്ഞു പോകുന്ന കാര്യം, ചെറിയ ഫ്ലാഷ് കാർഡുകളൊക്കെ തയ്യാറാക്കി കൈവെക്കാം. മനസ്സിലായല്ലോ. സ്കീമുകളും മിനിസ്റ്ററീസും ഒക്കെ ഓർത്തു വെക്കാം. നമുക്ക് ഈ സ്കീംസും മിനിസ്റ്ററീസും ഒക്കെ ഓർത്തു വെക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ സ്കീംസും ഒക്കെ മിനിസ്റ്ററീസ് വരുന്ന വാർത്തകളൊക്കെ ആ വർഷത്തെ സൺഡേ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കിയാൽ മതി. സ്കീംസിനെ സംബന്ധിച്ച് ഒരു ചോദ്യമല്ല വരുന്നത്, ഒന്നിലധികം ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തൊന്ന് വായിച്ചു നോക്കിയാൽ, പ്രത്യേകിച്ച് ഈ PIB ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. സ്കീംസിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഫുൾ റാപ്പിഡ് റിവിഷൻ ഒന്ന് നടത്തി നോക്കണം. വീക്കിലി റിവിഷൻ നടത്തുന്നുണ്ട്, മന്ത്ലി CAയുടെ ടെക്സ്റ്റ് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മന്ത് ഒരു റാപ്പിഡ് റിവിഷൻ എല്ലാ കാര്യങ്ങളും കൂടെ വെച്ചൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പഠിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളൊരു മെത്തഡോളജി എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടുന്നത്. ഇതിനനുസരിച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഒരു മെത്തഡോളജി കറണ്ട് അഫേഴ്സ് ഫോളോ ചെയ്യുക. മനസ്സിലായല്ലോ. കൺസിസ്റ്റൻസിയും സ്മാർട്ട് നോട്ടും പ്രാക്ടീസസിലൂടെ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ 90 to 95% നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും വിത്തൗട്ട് മൈനസ്. ഓക്കെ, ഡെയിലി റിവിഷൻ എന്ന് പറയുന്നത് എന്താണ്, ലോങ് ടേം റിട്ടൻഷൻ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെയിലി റിവൈസ് ചെയ്താൽ, ഇപ്പം മാർച്ചിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, നമുക്ക് പരീക്ഷയുള്ളത് എന്നാണ്, സെപ്റ്റംബറിലാണ്. മാർച്ചിലെ കാര്യം സെപ്റ്റംബർ വരെ ഓർത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഡെയിലി നമ്മൾ റിവൈസ് ചെയ്യണം. ഓക്കെ, പരീക്ഷ നടക്കുന്ന മാസത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആഴ്ച വരെയുള്ള കാര്യങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് സെപ്റ്റംബർ 15 ഒരു എക്സാം, സെപ്റ്റംബർ 10 12 നടന്ന കാര്യങ്ങൾ സഹിതം എക്സാമിനേഷന് ചോദിക്കാം. ആ ഒരു മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോൺഫിഡൻസ് നമ്മുടെ ഹൈ ആയിരിക്കും. യെസ്, ഐ ആം കോൺഫിഡൻറ്റ് ഇൻ മൈ കറണ്ട് അഫേഴ്സ് നോട്ട്, ഐ ആം കോൺഫിഡൻസ് ഇൻ മൈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന കോൺഫിഡൻസിലേക്ക് എത്തുന്നു. പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴേ നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആസ്പിരൻ്റായി മാറി, കാൻഡിഡേറ്റായി മാറി. അപ്പം SSC എക്സാമിനേഷൻ സക്സസിന് ഈ 2 മന്ത്ര ഉപയോഗിക്കുക. കോൺഫിഡൻസ് പ്ലസ് ഡിസിപ്ലിൻ ഈസ് ഈക്വൽ ടു SSC സക്സസ് മന്ത്ര 2026. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും അപ്കമിങ് എക്സാമിനേഷന് കറണ്ട് അഫേഴ്സ് ഫോളോ ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും മാർക്ക് കിട്ടാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻട്രിയുടെ എല്ലാവിധ കോഴ്സുകളെ സംബന്ധിച്ചും അറിയുവാനും മറ്റു കാര്യങ്ങൾക്കും ഞങ്ങളുടെ എക്സ്പെർട്ട് പാനലുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ആ കോൺടാക്ട് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ ലിങ്ക് ബോക്സിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ കറണ്ട് അഫേഴ്സ് നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പത്രം വായിക്കുക. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒരുപാട് സ്ട്രാറ്റജീസ് പറഞ്ഞു, ആ സ്ട്രാറ്റജീസിൽ നിങ്ങൾക്ക് കഴിയുന്ന മെത്തഡോളജി സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുക. നോട്ട് ജസ്റ്റ് റീഡിങ് എ മാഗസീൻ 24 hours ബിഫോർ ദി എക്സാമിനേഷൻ. അതായിരിക്കരുത്. പരീക്ഷയ്ക്ക് 24 മണിക്കൂർ മുമ്പ് പോയി ഒരു കറണ്ട് അഫേഴ്സിൻ്റെ മാഗസിൻ മേടിച്ച് പഠിക്കുന്നതായിരിക്കരുത് നമ്മുടെ സ്ട്രാറ്റജി. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഇന്ന് തന്നെ ഫോളോ ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, എല്ലാ വീഡിയോസും ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സുമായിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കാം. ഇറ്റ്സ് മീ വിശ്വനാഥ് സൈനിങ് ഓഫ് ഫ്രം എൻട്രി ആപ്പ്. താങ്ക് യു.